നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1008 പോയിന്റ് നേടി തൃശൂർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. പാലക്കാടിന് 2, കണ്ണൂരിന് 3 സ്ഥാനങ്ങൾ. എല്ലാവർക്കും ഭൂമിയും വീടും എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി കെ രാജൻ. തൃശൂർ മെഡിക്കൽ കോളേജിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. മന്ത്രി കെ രാജന്റെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മാടക്കത്തറ പഞ്ചായത്തിലെ 4 ഹൈമാസ്റ്റ് വിളക്കുകൾ മന്ത്രി രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂർ ജേതാക്കൾ. സ്വർണ്ണക്കപ്പ് തൃശൂരിലെത്തുന്നത് 1/4 നൂറ്റാണ്ടിനു ശേഷം. 1999 കൊല്ലം കലോത്സവത്തിലാണ് തൃശൂർ അവസാനമായി കപ്പ് നേടിയത്. 1008 പോയിന്റ് നേടിയാണ് തൃശൂർ കപ്പ് നേടിയത്. 1007 പോയിന്റുമായി പാലക്കാട്, 1003 പോയിന്റുമായി കണ്ണൂർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. എല്ലാവർക്കും വീടും എല്ലാവർക്കും ഭൂമിയും ഈ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പദ്ധതിയുടെ കുന്നംകുളം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമായും 21 കാര്യങ്ങൾക്ക് മുൻഗണന പ്രകാരം പരാതികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. പോക്കുവരവും അനധികൃത നിർമ്മാണവും അതിർത്തി കയ്യേറ്റവും ഉൾപ്പെടെ ഭൂമി പ്രശ്നങ്ങൾ, നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ട നമ്പറിടൽ, നികുതി പ്രശ്നം, വയോജന സംരക്ഷണം, പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ, മത്സ്യബന്ധന തൊഴിലാളി ആനുകൂല്യങ്ങൾ, ഭിന്നശേഷി പുനരധിവാസം, പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കേണ്ടതും ഫയലുകളിൽ പരിഹാരം കാണാതെ കെട്ടിക്കിടക്കുന്നത് മന്ത്രിമാർ നേരിട്ട് പരിഹരിക്കണമെന്നും താലൂക്ക് തല അദാലത്തുകൾ നടത്തിവരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ഓൺലൈനായി പരാതി കൊടുക്കാനുള്ള അറിവില്ലായ്മ മൂലം സാധിക്കാത്തവർക്കും അദാലത്തുകളിൽ നേരിട്ടെത്തി പ്രശ്നങ്ങൾ പരിഹാരം തേടാം. ഓൺലൈൻ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്ക് നേരിട്ട് പരാതി നൽകാം. 6 അദാലത്തുകളെക്കാളും കൂടുതൽ ഓൺലൈൻ അപേക്ഷകൾ ലഭിച്ചത് കുന്നംകുളത്താണ്. 387 അപേക്ഷകൾ. ഇവിടെ പ്രശ്നങ്ങൾ കൂടുതൽ ഉള്ളതുകൊണ്ടല്ല, പ്രശ്നങ്ങൾ ഉള്ളവരെ കണ്ടെത്തി അദാലത്തിലെത്തിക്കാൻ MLAയുടെ നേതൃത്വത്തിൽ നന്നായി ഗൃഹപാഠം ചെയ്തു പ്രവർത്തിച്ചു. അതിദാരിദ്ര്യം ഉൾപ്പെടെയുള്ള ജനകീയ പ്രശ്നങ്ങൾക്ക് ഉടനടി നടപടിയെടുക്കും. വികസന പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ സ്വാദ് ജനങ്ങൾക്ക് ലഭ്യമാകാതെ പോകുന്നുവെങ്കിൽ അത് പരിഹരിക്കാനാണ് അദാലത്തുകൾ. ചുവപ്പുനാടയ്ക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന സാധാരണക്കാരെ സഹായിക്കാനാണിത്. എല്ലാ അപേക്ഷകളിലും പരിഹാരം കാണാൻ അദാലത്തിൽ ശ്രമമുണ്ടാകും. അപേക്ഷയിൽ പരിഹാരം സാധ്യമാകുന്നില്ലെങ്കിൽ നിരന്തര ശ്രമത്തിലൂടെ, കൂടിയാലോചനകളിലൂടെ കീറാമുട്ടിയായി തീർന്ന അതിർത്തി പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. മന്ത്രിമാർ സ്വീകരിക്കുന്ന നിലപാടുകളുടെ ഉത്തരവാദിത്വം മന്ത്രിമാർക്കാണ്. ആ നിലപാടുകളിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട ബാധ്യത ഉദ്യോഗസ്ഥർക്കുമുണ്ട്. സുതാര്യതയോടെ നീതിയുക്തം നടപടികൾ സ്വീകരിച്ച് ജനങ്ങളെ സഹായിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. അദാലത്തുകളിൽ ഉൾപ്പെടാതെ വിവിധങ്ങളായിട്ടുള്ള ഫയലുകളുടെ ഭാഗമായി ദീർഘമായൊരു കാലം കെട്ടിക്കിടന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ മന്ത്രിമാർ നേരിട്ടിരുന്ന് അതിൻ്റെ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് പരിഹരിക്കണം എന്നൊരാശയം ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് കേരളത്തിലെ ഗവൺമെൻറ്, നിലവിലുള്ള ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിനു മുമ്പുള്ള ഗവൺമെൻറ്റും ഈ വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങൾക്ക് ഏറ്റവും ഉചിതമാകുന്ന വിധത്തിൽ, ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ അവരുടെ ആശകൾക്ക് അനുരോധമായിട്ടുള്ള നടപടികളുമായി കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ്. 8.5 വർഷക്കാലത്തിനിടയിൽ 3.25 ലക്ഷത്തിലേറെ പട്ടയങ്ങൾ, 3,54,000-ഓളം ലൈഫ് വീടുകൾ, ഇനിയും അക്കാര്യത്തിൽ പൂർത്തീകരിക്കാനുള്ള വീടുകളുടെ ഇടപെടലുകൾ. പഴഞ്ഞി വില്ലേജിൽ പെരുന്തുരുത്തി ചീരൻ ചാക്കുണ്ണി മകൻ ജോർജ് എന്ന ഹൃദ്രോഗിയായ 79-കാരൻ താലൂക്ക് തല അദാലത്തിലെത്തിയത് ജപ്തി നേരിടുന്ന കിടപ്പാടത്തെ താൽക്കാലികമായെങ്കിലും രക്ഷിക്കണമെന്ന അപേക്ഷയോടെ. ജോർജിന്റെ പേരിലുള്ള സ്ഥലം ഈട് നൽകി മകളുടെ ഭർത്താവ് KSFയിൽ നിന്ന് ചിട്ടി പിടിച്ചു. കോവിഡ് സമയത്തുണ്ടായ പരാജയം മൂലം യഥാസമയം അടയ്ക്കാൻ സാധിച്ചില്ല.
17 ലക്ഷം രൂപ ചിട്ടിയായും വായ്പയായും KSFE-യിൽ നിന്ന് കൈപ്പറ്റി. 9 ലക്ഷത്തോളം രൂപ പലിശയും കൂടി തുക ഉടൻ തിരിച്ചടയ്ക്കണമെന്നും ഈട് നൽകിയ വസ്തു ഇല്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്നും നോട്ടീസ് വന്നു. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്ന ആളാണ് വൃദ്ധനായ ജോർജ്. മകൻ ഷാജി 2020 മുതൽ വൃക്കരോഗിയും ഡയാലിസിസിന് വിധേയനാകുന്ന വ്യക്തിയും. കുടുംബ പ്രശ്നങ്ങൾ കാരണം ഷാജിയുടെ ഭാര്യയും 3 മക്കളും അകന്നു കഴിയുന്നു. ജോർജിന്റെ ഭാര്യയും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു. ഈ സാഹചര്യത്തിൽ ഭീമമായ തുക ഒരുമിച്ചടയ്ക്കാൻ ശേഷിയില്ല. ഭൂമി വിറ്റുകിട്ടുന്ന തുക കൊണ്ട് കടം വീട്ടാം. റവന്യൂ റിക്കവറി നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു അപേക്ഷ. ജോർജിൻ മകൻ ഷാജിയും നേരിട്ടെത്തി മന്ത്രിയോട് വിവരങ്ങൾ ധരിപ്പിച്ചു. അനുഭാവപൂർവ്വം അപേക്ഷ പരിഗണിക്കാമെന്നും റവന്യൂ റിക്കവറി കുടിശ്ശിക 40 തുല്യ പ്രതിമാസ ഗഡുക്കളായി ഒടുക്കുന്നതിനും ആദ്യ ഗഡു ഒടുക്കുന്നതിന് 1 വർഷത്തെ സാവകാശത്തിനും അനുവാദം നൽകി. ഈ ഫയൽ ഉടൻ തന്നെ ഉത്തരവിനായി സർക്കാരിലേക്ക് നൽകണമെന്ന് ജില്ലാ കളക്ടറോട് ശുപാർശ ചെയ്തു. മുളകുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാൻ സ്വന്തമായി 33 kV സബ്സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മെഡിക്കൽ കോളേജിന്റെ അഭിമാനമായി മാറാൻ പോകുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിയുടെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം ഈ വർഷം പൂർത്തീകരിക്കും. വേറിട്ട ചികിത്സകളിലൂടെയും കൂട്ടായ പ്രയത്നത്തിലൂടെയും മെഡിക്കൽ കോളേജിന്റെ യശസ് കൂടുതൽ ഉയർന്നു. പേവാർഡ് 2ാം ഘട്ടം, വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറികൾ തുടങ്ങി പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രത്തിന്റെ 2ാം ഘട്ടം, ലോക്കൽ OP, ജൈവ പ്ലാന്റ്, കൂട്ടിരിപ്പുകാരുടെ വിശ്രമ കേന്ദ്രം എന്നിവയുടെ ഉദ്ഘാടനവും അലുമിനി അസോസിയേഷന് നൽകിയ 10 ലക്ഷം രൂപയുടെ സുരക്ഷാ ഉപകരണങ്ങൾ നൽകലും മന്ത്രി നിർവഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷനായിരുന്നു. K. രാധാകൃഷ്ണൻ MP, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, അവടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങിൽ മന്ത്രി മുണ്ടത്തിക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആർദ്രം നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന പ്രഖ്യാപനവും നടത്തി. മേഖലയിൽ തന്നെ ഏറ്റവും അധികം മുതൽ മുടക്കി കോടിക്കണക്കിന് രൂപയുടെ 577 കോടിയോ അല്ലെ 600 കോടി എന്നൊക്കെ പറഞ്ഞാൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 8-8.5 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു മെഡിക്കൽ കോളേജിന് നമ്മളൊരു 8 ലക്ഷം രൂപ അല്ലെങ്കിൽ പോകട്ടെ 80 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് വിചാരിക്കും. പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ചാൽ എത്ര വർഷങ്ങൾ കൊണ്ടാണ് പൂർത്തിയാകുക? ആദ്യത്തെ വർഷം 10 ലക്ഷം, അടുത്ത വർഷം 10 ലക്ഷം, 8 വർഷം 80 ലക്ഷം രൂപ, 8 വർഷം എടുക്കും പണി. ഇനി ഇത് പണിതാലോ അതിന് അല്ലാതെ കൺസ്ട്രക്ഷന് വേണ്ടി എടുക്കുന്ന സമയം, അവിടെയാണ് സർക്കാർ കിഫ്ബി ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കിയത്. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പരമാവധി നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇപ്പോൾ നഴ്സിംഗ് മേഖലയാകട്ടെ, പാരാമെഡിക്കൽ മേഖലയാകട്ടെ, നമ്മുടെ MBBS പഠനവുമായി ബന്ധപ്പെട്ട് PGയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം അവസരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് കിട്ടണം എന്നതുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അത് നമ്മൾ കൃത്യമായി പാലിച്ചു പോന്നിട്ടുണ്ട്. ഇനിയും അത് വർദ്ധിപ്പിക്കുന്നതിന് തന്നെയുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത്. അതിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ മാനദണ്ഡങ്ങൾ നമ്മൾ അതിനൊരു വിട്ടുവീഴ്ചയും വരുത്തില്ല എന്നുള്ള കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്കൊരു അസുഖം വന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോവുക, അവിടെ തിരക്കില്ല, ക്യൂ നിൽക്കേണ്ട. ഇപ്പോൾ ഈ മാസം നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് കഴിയും. റവന്യൂ മന്ത്രി K. രാജന്റെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ്റ്റ് വിളക്ക് മേനോൻ റോഡ് ബസ് സ്റ്റോപ്പിന് സമീപം സ്ഥാപിച്ചത് സ്വിച്ച് ഓൺ മന്ത്രി K. രാജൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര സ്വാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത് നന്ദിയും അറിയിച്ചു. വിഷുപ്പൂരമൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ വെളിച്ചത്തിൻ്റെ ഒരു കുറവ് പ്രധാനമായിട്ടുണ്ടാകില്ല. ആ ദിവസം പ്രത്യേകമായിട്ടുള്ള അലങ്കാരം ഇല്ലാതെ തന്നെ നല്ല വെളിച്ചം ഇരുവശങ്ങളിലും ഉണ്ടാകും. പൂരമാകുന്നതിന് മുമ്പ് നമ്മുടെ റോഡിൻ്റെ പ്രവർത്തനം ഒരു വിധത്തിലേക്ക് ആക്കണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മുടിക്കോട് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. കൽവർട്ടും പാലവും ഒക്കെ നിർമ്മിച്ച് വരികയാണ്. ഓട കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ടാർ ചെയ്യാൻ നമുക്കൊരു 2 മാസം മതിയാകും. അത് സാധാരണ എടുക്കുന്ന സമയം മതിയാകും. അതിനു മുമ്പ് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. നടത്തറ പഞ്ചായത്തിലെ ഇസാഫ് സ്വാശ്രയ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബേക്കറി യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന്റെ പിൻവശത്തുള്ള സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിനായി ഏകദേശം 12 അടി താഴ്ചയുള്ള ടാങ്കിലിറങ്ങി വൃത്തിയാക്കുന്നതിനിടയിൽ മുകളിലിരുന്ന
കോൺക്രീറ്റ് സ്ലാബ് മുകളിൽ നിന്ന് തൊഴിലാളിയായ ഹരിയുടെ കാലിലേക്ക് വീണു. കഴുത്തോളം സെപ്റ്റിക് ടാങ്ക് വേസ്റ്റിൽ അകപ്പെട്ട ഇയാൾ കക്കൂസ് വേസ്റ്റ് പമ്പ് ചെയ്ത് മാറ്റി 1 മണിക്കൂറോളം നീണ്ട അതിസാഹസികമായ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് കാലിൽ കുടുങ്ങിയ സ്ലാബ് മാറ്റി സെപ്റ്റിക് ടാങ്കിൽ നിന്നും പുറത്തെടുത്ത് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി ആശുപത്രിയിലേക്ക് മാറ്റിയത്. തൃശൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ വൈശാഖ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബി അനിൽകുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ MG രാജേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. റവന്യൂ മന്ത്രി കെ രാജന്റെ MLA ഫണ്ട് ഉപയോഗിച്ച് മാടക്കത്തറ പഞ്ചായത്തിലെ പൈനാപ്പിൾ മൂലയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് വിളക്കിന്റെ സ്വിച്ച് ഓൺ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര സ്വാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ചന്ദ്രൻ നന്ദിയും അറിയിച്ചു. നമ്മുടെ വാർഡിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട പുഷ്പ, സാവിത്രേച്ചി, ലക്ഷ്മണൻ, സജീവ്, മിഥുൻ, പ്രസാദ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇന്നിവിടെ നമ്മളൊരു ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒത്തുകൂടുകയാണ്. ഉദ്ഘാടനത്തിൽ എത്തിച്ചേരുമ്പോൾ പ്രസംഗത്തെക്കാൾ ഉപരിയായി നമുക്കെല്ലാവർക്കും നല്ല വെളിച്ചത്തിന്റെ കീഴെ ഒരുമിച്ച് നിന്ന് കാണാനും സംസാരിക്കാനും അവസരം കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ പഞ്ചായത്തിലെ ഇതിനകം തന്നെ എല്ലാ PWD റോഡുകളും BMBC ആയിട്ടുള്ള ഒരു പഞ്ചായത്തായി നമ്മൾ മാറി. മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിന് ദേശീയ തലത്തിൽ സ്വർണ്ണത്തിളക്കം. മഹാരാഷ്ട്രയിലെ പാൽഗറിൽ വെച്ച് നടന്ന ദേശീയ വടംവലി മത്സരത്തിലാണ് മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനി സൗപർണിക സന്തോഷ് കേരള ടീമിനു വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയത്. മരോട്ടിച്ചാൽ കുന്നത്ത് സന്തോഷിന്റെയും ദീപയുടെയും മകളായി സൗപർണിക ചെറുപ്പം മുതൽ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടി. സാധാരണ കുടുംബത്തിൽ ജനിച്ച സൗപർണികയ്ക്ക് മാതാപിതാക്കളും അധ്യാപകരും പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. നെറ്റ്ബോൾ, ഫുട്ബോൾ, ഖോ-ഖോ, അത്ലറ്റിക് മത്സരങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥിനിയാണ് സൗപർണിക. വടംവലി മത്സര പരിശീലകനായ എഡ്വിന്റെയും സ്കൂൾ കായിക അധ്യാപകനായ ജോർജ് മാസ്റ്ററുടെയും പ്രോത്സാഹനമാണ് ഗോൾഡ് മെഡൽ നേട്ടത്തിലേക്ക് എത്തിച്ചത്. സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും അനധ്യാപകരുടെയും PTA-യുടെയും പിന്തുണ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിച്ചു. ദേശീയ സബ് ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ തന്നെ ആതിര സന്തോഷിന് വെങ്കല മെഡൽ ലഭിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആതിര. ചെന്നൈയിൽ വെച്ച് നടന്ന നാഷണൽ ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടി. വെട്ടുക്കാട് കുമുള്ളി സന്തോഷിന്റെയും ശ്രീദേവിയുടെയും മകളായ ആതിര നെറ്റ്ബോൾ, ഫുട്ബോൾ, ഖോ-ഖോ മത്സരങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തുന്നു. നെറ്റ്ബോൾ പരിശീലകനായ ജോൺ പോളിന്റെയും സ്കൂൾ കായിക അധ്യാപകന്റെയും പ്രോത്സാഹനം ആതിരയെ വെങ്കല മെഡലിലേക്ക് എത്തിച്ചു. സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും PTA-യുടെയും പൂർണ്ണ പിന്തുണ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ 2 പേരെയും സഹായിച്ചു. സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അമ്മ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അമ്മ കാരനാണ് ഇവിടം വരെ എത്തിയത്. അച്ഛന് സപ്പോർട്ടില്ലാതെയും എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇതോടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറൊന്നും പറയാനില്ല. പിന്നെ സ്കൂളിൽ നിന്ന് ജോജു മാഷിൻ്റെയും HM-ൻ്റെ ഒക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും. പിന്നെ ക്യാമ്പിന് പോകാനാണെങ്കിലും പിന്നെ ഡെസ്ക് ടീച്ചർ, ക്ലാസ് ടീച്ചർ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഒന്നും പറയാനില്ല. വീട്ടുകാർ എല്ലാവരും എന്തിനായാലും ഒരു കുറവില്ലാണ്ട് ഇവിടെ വരെ എത്താൻ പറ്റി. അതിന് ദൈവത്തോട് നന്ദി പറയാം. മാന്നാമംഗലം സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൻ്റെ പ്രശസ്തി ദേശീയ തലത്തിൽ ഒരു സ്വർണ്ണ തിളക്കത്തോടുകൂടി ഇവിടെ എത്തിച്ചിരിക്കുകയാണ് ഇവിടുത്തെ മിടുക്കികളായ കുട്ടികൾ. വടംവലി മത്സരത്തിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച സൗപർണിക സന്തോഷ് സ്വർണ്ണ മെഡൽ നേടി. അതുപോലെ തന്നെ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ആതിര സന്തോഷ് ബ്രോൺസ് മെഡൽ നേടി. 2 മിടുക്കികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഒപ്പം ഇവരെ പ്രോത്സാഹിപ്പിച്ച ഇവിടെ ഒപ്പം നിന്നവരുടെ കൂട്ടുകാർ, ഇവർ ആരും കുറവുള്ളവരല്ല. എല്ലാവരും വളരെ മിടുക്കോടുകൂടി മത്സരിച്ച് സ്റ്റേറ്റ് വരെ മത്സരിച്ചെത്തിയവരാണ്. നാഷണൽസിലേക്ക് കടക്കാൻ ഭാഗ്യം കിട്ടിയ 2 കുട്ടികളാണ് ഇവരുടെ. ഇവരെ പ്രോത്സാഹിപ്പിച്ച് ഇവരുടെ കായിക അധ്യാപകൻ ജോജു മാഷ്, ഒപ്പം കൂടെ നിന്ന ശ്രീജ ടീച്ചർ, എല്ലാറ്റിനും സപ്പോർട്ടായിട്ട് നിന്ന മാനേജ്മെൻറ്റ്, ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെൻറ്റ്, PTA സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ് ഈ സമയത്ത്. ഇനിയും
മാനമംഗലം സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂള് ദേശീയ തലത്തിലേക്ക് പ്രശസ്തിയിലേക്ക് കായിക രംഗത്ത് ഉയർന്നു വരട്ടെ, ഒപ്പം അക്കാദമിക് മികവിലും ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചു. മാനേജറും അതുപോലെ ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസുമായിട്ടുള്ള എന്നോട് ആദ്യം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം സ്പോർട്സിൽ നല്ല മികവുണ്ടാവണം, പക്ഷേ പിള്ളേരിനെ നമുക്ക് മാക്സിമം നമുക്ക് അവരുടെ മത്സരങ്ങളൊക്കെ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതനുസരിച്ച് നമ്മൾ ഈ വർഷം ഒരു 8-9 ഗെയിമുകളിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഫുട്ബോള്, നെറ്റ്ബോള്, കൊക്കോ, സ്വിമ്മിങ്, ത്രോ ബോള്, അങ്ങനെ ഒത്തിരി വെയ്റ്റ് ലിഫ്റ്റിങ്, കൊക്കോ, അങ്ങനെ ഒത്തിരി മത്സരങ്ങൾ പങ്കെടുത്തു. സബ് ജില്ലാ ലെവലിലും ജില്ലാ ലെവലിലൊക്കെ നമുക്ക് ഒത്തിരി മത്സരങ്ങളിൽ സമ്മാനങ്ങൾ കിട്ടി. ഒപ്പം തന്നെ നാഷണൽ ലെവലിലേക്ക് പോകാനായിട്ട് നെറ്റ്ബോളിലും ടഗ് ഓഫ് വാറിലാണ് ഇവർ രണ്ടുപേരും കഠിന പ്രയത്നം ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ്. ഇപ്പോൾ സൗപർണിയനെ എടുത്ത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓൾറൗണ്ടർ തന്നെയാണ്. അവൾ ജില്ലാ ലെവലിൽ ഫുട്ബോളും അതുപോലെ കൊക്കോ, സ്വിമ്മിങ്, ഇത് മൂന്നും സബ് ജില്ലാ ലെവലിലും ജില്ലാ ലെവലിലും സമ്മാനം കിട്ടിയിട്ടുള്ള കുട്ടിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ടഗ് ഓഫ് വാർ അവൾ മുന്നേ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ബേസ് അവൾക്ക് ഉണ്ടായിരുന്നു. അത് അവൾക്ക് കൂടുതൽ ഗുണം കിട്ടി. കേരള ടീമിൽ ഇടം കിട്ടാനായിട്ട് വളരെ അവൾക്ക് ഉപകാരപ്രദമായി. ഈ കുട്ടി ഭയങ്കര ചലഞ്ചബിളാണ് എന്തിനും നേരിടാനായിട്ട്. രണ്ടുപേരും, ഈ കുട്ടീനെ മാത്രമല്ല, അതുപോലെ തന്നെ ആതിരയും ഒപ്പം തന്നെ നെറ്റ്ബോളിൻ്റെ ഒപ്പം തന്നെ അവൾക്ക് ത്രോ ബോള്, അത്ലറ്റിക്സിലൊക്കെ അവളുണ്ട്. റവന്യൂ മന്ത്രി കെ രാജന്റെ MLA ഫണ്ട് ഉപയോഗിച്ച് മാടക്കത്ര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയ്ക്ക് സമീപം സ്ഥാപിച്ച ഹൈമാസ്റ്റ് വിളക്കിന്റെ സ്വിച്ച് ഓൺ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പ്രസിഡന്റ് ഇന്ദിരാമോഹൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര സ്വാഗതവും ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ശശി കള്ളാടത്തിൽ നന്ദിയും അറിയിച്ചു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്.
കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സംരംഭക വർഷം 3.0യോടനുബന്ധിച്ച് എന്റെ സംരംഭം നാടിന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി വ്യവസായ വാണിജ്യ വകുപ്പും മാടക്കത്തറ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചു. സംരംഭകർക്ക് കൈത്താങ്ങാകാൻ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ സംരംഭക ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്താനും കൂട്ടായ്മ രൂപീകരിക്കാനും സംരംഭക സഭ സംഘടിപ്പിച്ചു. ഉദ്യം രജിസ്ട്രേഷൻ, കെ സ്വിഫ്റ്റ് അക്നൗഡ്ജ്മെന്റ്, FSSAE രജിസ്ട്രേഷൻ തുടങ്ങിയ ലൈസൻസുകൾ, സബ്സിഡിയോടുകൂടി ലോൺ എന്നിവ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തു. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ മേള പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ചന്ദ്രൻ, മെമ്പർ സജീവ്, ഒല്ലൂക്കര ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ പ്രബിൻ, എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അഞ്ജലി, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സതി അജയൻ, വിവിധ ബാങ്ക് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. സംരംഭകർ തങ്ങളുടെ ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചു. എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് മിഥുൻ രവി നന്ദി അറിയിച്ചു. കഴിഞ്ഞ ഭരണകാലത്ത് നമ്മുടെ രാജീവ് വ്യവസായ മന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ വകുപ്പ് നമ്മുടെ താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് അവർക്ക് എങ്ങനെ സംരംഭം തുടങ്ങാം, എങ്ങനെ എന്താ പറയുക കാര്യങ്ങളൊക്കെ എങ്ങനെ സുതാര്യമായി കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മുടെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ വ്യവസായ വകുപ്പും ഒത്തുചേർന്ന് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടന്നു വരുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അങ്ങനെ കുറേയധികം ആളുകൾ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോഴും അറിയാത്ത കുറേ ആൾക്കാർ ഉണ്ട് കാണും. പക്ഷേ ഇത് അഞ്ജലി പറയുമ്പോൾ അപ്പൊക്കെ തന്നെ ഗ്രൂപ്പിൽ ഇട്ടിട്ടാണ് ഇത്രയും. ആശാരിക്കാട് ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികളുടെ ബാലകലോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത്, വാർഡ് മെമ്പർ മിനി, സ്കൂൾ അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. കലാപരിപാടികളിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടത്തി. രക്ഷിതാക്കൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. 12.5 ലക്ഷത്തിന്റെ കുറിപ്പണം നൽകാതെ തൃശൂർ ജില്ലാ സിറ്റിസൺസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വഞ്ചിച്ചതായി S കണ്ണനും ഭാര്യയും വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. ഇപ്പോഴും കോവിലകത്തുംപാടം റോഡിലെ തൊഴുത്തുങ്കൽ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി 12,45,800 രൂപ നൽകിയില്ലെന്ന് ആരോപിച്ച് തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. 2017 നവംബറിൽ 10 ലക്ഷം രൂപ വിലയുള്ള 2 കുറി ചേർന്ന് ലേലം ചെയ്തു. എന്നാൽ ചിട്ടി അടച്ചു തീർത്ത വകയിലുള്ള 12,45,800 രൂപ പോലും തരാൻ സൊസൈറ്റി തയ്യാറാകുന്നില്ല. കേസ് നൽകിയിട്ടും ആശ്വാസകരമായ നടപടി ഉണ്ടായില്ല. കടം വാങ്ങി ചിട്ടി അടച്ചതിനാൽ അത് തിരികെ നൽകാൻ വഴി കാണാതെ കഷ്ടപ്പെടുകയാണെന്ന് കണ്ണനും ഭാര്യയും പറയുന്നു. തൃശൂരിലെ വനിതാ സംരംഭകർക്കുള്ള ബിസിനസ് പ്ലാൻ മത്സരം റോക്കറ്റ് പിച്ച് 2 ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള മത്സരമാണ് നടത്തുന്നത്. സ്ത്രീകളുടെ ബിസിനസ് ശാക്തീകരിക്കാനും ഉന്നതിയിലെത്തിക്കാനും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. 5 മുതൽ 25 വരെ ജീവനക്കാരുള്ള സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വനിതാ സംരംഭകർക്ക് ജനുവരി 15 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കാം. കുറഞ്ഞത് 3 വർഷം ബിസിനസ് നടത്തുന്നവരായിരിക്കണം. ബിസിനസിനെ വിവരിച്ചുകൊണ്ട് 3 മിനിറ്റിൽ കുറയാത്ത വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 6 പേരിൽ നിന്ന് 3 ഫൈനലിസ്റ്റുകൾ ബിസിനസ് പ്ലാൻ ഫെബ്രുവരി 25 അവതരിപ്പിക്കുന്നു. പ്രഗത്ഭരായ വിധികർത്താക്കൾ തത്സമയ മൂല്യനിർണ്ണയത്തിലൂടെ വിജയിയെ തിരഞ്ഞെടുക്കും.
രജിസ്ട്രേഷൻ തൃശൂരിൽ നിന്നുള്ള വനിതാ സംരംഭകർക്ക് മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9895760505 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. CA അനന്തരാമൻ, ഡോക്ടർ മെറിൽ പോൾ, CA അജിത് കൈമൾ, റോസി ചാണ്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം പരിപാടികളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ബിന്ദു നിർവഹിച്ചു. ദേവസ്വം ഓഫീസർ കൃഷ്ണൻ, മുൻ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി രാമചന്ദ്രൻ, ഓഡിറ്റർ പഴനിമല, ട്രഷറർ സരീഷ് എന്നിവർ പ്രസംഗിച്ചു. 7 ദിവസം നീണ്ടുനിൽക്കുന്ന മഹോത്സവത്തിൽ വിശേഷാൽ ആചരണങ്ങളും തിരുവാതിര നാളിൽ ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ കളഭാഭിഷേകവും വൈകിട്ട് നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, സംഗീതാർച്ചന എന്നീ കലാപരിപാടികളും ഉണ്ടായിരിക്കും. जननी 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 പാട്ടുപീടികയുടെ ആഭിമുഖ്യത്തിൽ സംഗീത സംവിധായകൻ KJ ജോയ് അനുസ്മരണവും KA അലക്സാണ്ടറെ ആദരിക്കലും ജനുവരി 12-ന് സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കും. പ്രശസ്ത സംഗീത സംവിധായകൻ ബേണി മുഖ്യാതിഥിയാകും. KJ ജോയ് സംഗീതം നൽകിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനസന്ധ്യ പാട്ടുപീടികയുടെ നേതൃത്വത്തിൽ നടത്തും. പാട്ടുപീടികയിലെ ഗായകരാണ് ഗാനങ്ങൾ ആലപിക്കുക. വാർത്താ സമ്മേളനത്തിൽ സൈബുനിസ, പാർവതി ദാമോദരൻ, നസീർ, അനിൽകുമാർ, നാരായണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. മാടക്കത്തറ പഞ്ചായത്ത് കരുവാൻകാട് ജുമാ മസ്ജിദിന് സമീപം റവന്യൂ മന്ത്രി K രാജന്റെ MLA ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് വിളക്കിന്റെ സ്വിച്ച് ഓൺ മന്ത്രി രാജൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര സ്വാഗതവും ജുമാ മസ്ജിദ് ഇമാം നന്ദിയും അറിയിച്ചു. സംസ്ഥാന ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ വിവിധ ഇനങ്ങളിൽ A ഗ്രേഡുകൾ കരസ്ഥമാക്കിയ ഏഞ്ചൽ അബ്രഹാം ചാലുനിലത്തിൽ, ലിറ്റ്ന ജോഷി നെല്ലിക്കുന്നേൽ, ആർദ്ര അനീഷ് കുമാർ പുളിക്കൽ, ജിറ്റ്ന ജോഷി നെല്ലിക്കുന്നേൽ എന്നീ കുട്ടികളെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ ഷൈബി ജോൺസൺ, പൌലോസ് തെക്കേ കുഴിമാലിൽ, ബൂത്ത് പ്രസിഡന്റ് PK മോഹനൻ, വാർഡ് പ്രസിഡന്റ് ഷിജോ വള്ളിയാട്ടിൽ, യൂത്ത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സനൽ ചൊവ്വന്നൂർ, തങ്കച്ചൻ കിഴക്കൻചിറയിൽ, ജോഷി നെല്ലിക്കുന്നേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നീരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434.
എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. മണ്ണുത്തി മേൽപ്പാലത്തിന്റെ തെക്കുഭാഗത്തെ സർവീസ് റോഡിൽ രചന ലബോറട്ടറിക്ക് മുൻപിൽ വൻ കുഴി രൂപപ്പെട്ടിരിക്കുന്നു. ദേശീയപാത അധികാരികളെ നാട്ടുകാർ വിവരം അറിയിച്ചപ്പോൾ കുറച്ച് ടാറും മെറ്റലും ഇട്ടെങ്കിലും വാഹനങ്ങൾ ഓടി വീണ്ടും കുഴി രൂപപ്പെട്ടു. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളതിനാൽ എത്രയും വേഗം കുഴി അടയ്ക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗാനഗന്ധർവൻ പത്മവിഭൂഷൺ ഡോക്ടർ KJ യേശുദാസിന്റെ 85ാം ജന്മദിനത്തോടനുബന്ധിച്ച് ജനുവരി 10 വെള്ളിയാഴ്ച വൈകിട്ട് 4:30 സാഹിത്യ അക്കാദമി ഹാളിൽ ഗന്ധർവ ഗാനോത്സവം സംഗീത സായാഹ്നം അരങ്ങേറുന്നു. തൃശൂരിലെ നാദബ്രഹ്മം ഫൗണ്ടേഷൻ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന പരിപാടി മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്യും. ഇതാദ്യമായി യേശുദാസിനെ കുറിച്ച് രചിക്കപ്പെട്ട ഗാനത്തിന്റെ ഔദ്യോഗിക പ്രകാശനം MT വാസുദേവൻ നായരെ കുറിച്ചുള്ള അനുസ്മരണവും നടക്കും. പ്രശസ്ത സംഗീതജ്ഞൻ MD സോമശേഖരൻ നേതൃത്വം നൽകുന്ന ഗാനഗന്ധർവൻ ആലപിച്ച ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനമേളയിൽ ഗാനങ്ങൾ ആലപിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ നാദബ്രഹ്മം ഫൗണ്ടേഷൻ ട്രസ്റ്റിമാരായ തൃശൂർ H. ഗണേഷ്, വേണുഗോപാൽ കുറുപ്പത്ത്, സുധാബിന്ദു ശശികുമാർ, പ്രവീൺ സുകുമാരൻ, വിനോദ് കുറുപ്പത്ത് എന്നിവരും പങ്കെടുത്തിരുന്നു. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നടപ്പുര ഗോപുര സമർപ്പണം ഭക്തിസാന്ദ്രം. രാവിലെ 7-ന് ഗോപുരവാതിൽ തുറന്ന് ക്ഷേത്രം തന്ത്രി വിളക്കിൽ അഗ്നി പകർന്ന് താന്ത്രിക വിധിപ്രകാരം നടപ്പുര ഗോപുര സമർപ്പണ ചടങ്ങുകൾക്ക് സമാരംഭം കുറിച്ചു. തുടർന്ന് കൊമ്പ് പറ്റു നടന്നു. വിവിധ ദേശക്കാരും ഭക്തജനങ്ങളും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1008 പോയിന്റ് നേടി തൃശൂർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. പാലക്കാടിന് 2ഉം കണ്ണൂരിന് 3ഉം സ്ഥാനങ്ങൾ. എല്ലാവർക്കും ഭൂമിയും വീടും എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി K. രാജൻ. തൃശൂർ മെഡിക്കൽ കോളേജിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. മന്ത്രി K. രാജന്റെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മാടക്കത്ര പഞ്ചായത്തിലെ 4 ഹൈമാസ്റ്റ് വിളക്കുകൾ മന്ത്രി രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർമാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.